എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അജയൻ ഇങ്ങനെ വിഷമിച്ച് മുറിയിലിരിക്കുകയാണ്. ഈ സമയത്താണ് ജാനകി അങ്ങോട്ട് കയറി വരുന്നത്. ഇതെന്താ അജയൻ ഇതുവരായിട്ടും ഉറങ്ങിയില്ലാരും ചോദിക്കും. എന്തോ എനിക്ക് ഉറക്കം വന്നില്ല, നമുക്ക് ഒറ്റ മോനല്ലേ ജാനകിയുള്ളേ, ഇതേ അവൻ ഇഷ്ടമില്ലാതെ ഈ വിവാഹം നടത്തുന്നേ, ഇത് വേണ്ടിയിരുന്നില്ലെന്ന് എനിക്കിപ്പൊ തോന്നുന്നുണ്ടെന്ന് പറയാം. എന്താ അജയേട്ട ഇങ്ങനെയൊക്കെ തോന്നേ? എനിക്ക് മനസ്സിലായി, ഇതാ നായനയുടെ ആ കനകയുടെയും കൂടെ എന്തൊക്കെയോ കൂടോത്രങ്ങളാ. നമ്മുടെ മോന്റെ വിവാഹം നടക്കരുതെന്ന് എന്തൊക്കെയോ പ്രാർത്ഥനകളും നേർച്ചകളും അവർ നടത്തിയിട്ടുണ്ട്. അതാ ഇപ്പം നമ്മുടെ മനസ്സും കൂടെ മാറി വരുന്നേന്ന് പറയാ. പെട്ടെന്ന് അജയൻ പറഞ്ഞു, നീ എന്തൊക്കെയാ ജാനകി പറയണേ? അതെ അജയേട്ട, അല്ലെങ്കിൽ തന്നെ ഒന്ന് ഓർത്തു നോക്കി, ആ നന്ദൂന് കല്യാണത്തിന് തലേദിവസം ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ? ഇതേ കല്യാണത്തിനൊന്ന് വന്നാ പോരായിരുന്നു. അന്ന് അവള് വന്നപ്പോ ഞാൻ അവളോടത് പ്രത്യേകം പറഞ്ഞു വിട്ടാ. എന്നിട്ടോ അവള് അനുസരിച്ചോ? അവള് തലേദിവസം തന്നെ വന്നത് കണ്ടോ? എന്റെ ജാനകി അങ്ങനൊന്നും പറയരുത്. കാരണം തലേദിവസം വരാൻ വേണ്ടി ഇവിടെ അച്ഛനും അമ്മ എല്ലാരും നിർബന്ധിച്ചല്ലേ പറഞ്ഞു വിട്ടത്. പിന്നെ വരാതിരിക്കാൻ പറ്റുമോ? എല്ലാരും അന്വേഷിക്കില്ലേന്ന് ചോദിക്കും. എന്നാലും അവളൊരു ഫ്രോഡ് പെണ്ണാന്ന് പറയണം. ഇതേ അനാവശ്യമല്ല നീ ഇങ്ങനെ സംസാരിക്കില്ലെന്ന് പറയും. അല്ല പിന്നെ ഫ്രോഡ് പെണ്ണാന്ന് ഞാൻ പറഞ്ഞ കാര്യമുണ്ട്. ഇതേ അവളുടെ കൂടെ കൂട്ടുകൂടിയതിന് ശേഷം എനിക്ക് ഈ മാറ്റമൊക്കെ ഉണ്ടായത്. അതിന് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ എന്ന് പറയാം. ഇത് കേട്ടോ അജയൻ പറഞ്ഞു, നീ എന്തൊക്കെ അറിഞ്ഞിട്ടേ പറയണ ജാനകി? ദേ നിനക്ക് ആൾക്കാരെ മനസ്സിലാക്കാനായിട്ട് പ്രത്യേക കഴിവുണ്ടായിരുന്നല്ലോ, എന്നിട്ട് ഇപ്പൊ എന്തു പറ്റി? അതൊക്കെ എന്റെ തെറ്റിദ്ധാരണകൾ മാത്രമായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്, നയനയുടെ കാര്യത്തിലും നവ്യയുടെ കാര്യത്തിലും. പക്ഷെങ്കില് നയനയെക്കാളും ഭേദം നവ്യാന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. കാരണം നവ്യ ഉള്ളിൽ വെച്ചൊന്നും പെരുമാറില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നടിച്ച് സംസാരിക്കത്തേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ കല്യാണം നടന്നില്ലെങ്കിൽ അതിന്റെ പിന്നില് ആ നയനെ കനികയൊക്കെ ആയിരിക്കും. ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ലെന്ന് പറയാം. ഇത് കേട്ടതും അജയൻ പറഞ്ഞു, നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. തലയ്ക്കകത്ത് ബോധം വേണം. വെറുതെ കുറ്റപ്പെടുത്താണ്ട് മാത്രം ഇരിക്കും. കിടന്നുറങ്ങാൻ നോക്ക്, രാവിലെ എഴുന്നേക്കണ്ടല്ലെന്ന് പറയാം. അജയന് വല്ലാത്ത സങ്കടമുണ്ട് അന്യയുടെ ഈ ബുദ്ധിമുട്ട് കണ്ടിട്ട്. അങ്ങനെ അവരെ ഉറങ്ങാൻ കിടക്കുവാണ്. ഈ സമയത്ത് അന്യ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കുക. എനിക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല. പനിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകള് നന്ദുവിനെ കുറിച്ചുള്ള, നന്ദുവിനെ രാത്രി കണ്ട സമയത്ത് അവള് പറഞ്ഞ കാര്യങ്ങള്, അനി നമ്മൾ രണ്ടും എന്താണെങ്കിലും ഒന്നിച്ച് ചേർന്ന് പോകത്തില്ല. കാരണം എന്റെ മാത്രമല്ല, നമ്മുടെ ചേച്ചിമാരുടെ വിവാഹം, അത് വിവാഹമല്ല, ചേച്ചിമാരുടെ ജീവിതം അത് തകർന്നു പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും ഒന്നിക്കാൻ പാടില്ല. അറിയാലോ അനി ഇപ്പൊ എന്നെ കുറിച്ച് ഇനി ചിന്തിക്കരുത്. അനാമിക മാത്രമായിരിക്കണം മനസ്സിൽ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ അനിപ്പോ അതൊക്കെ ബെഡിൽ നിന്ന് അങ്ങോട്ട് എഴുന്നേക്കാണ്. എനിക്ക് പിന്നെ കിടന്നുറങ്ങാനേ തോന്നിയില്ല ഈ സമയത്ത്. അതുപോലെ തന്നെ ആദർശിന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. നയനെ തന്നെ കുറെ സമയം നോക്കിക്കിടന്നു. നയനെ അപ്പൊ പതുക്കെ ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കില് എന്തോ ആദർശിന് അനിയെക്കുറിച്ചൊക്കെ ഓർത്തിട്ട് വല്ലാത്തൊരു വിഷമം. അവൻ ഇഷ്ടമില്ലാതെയാണ് ഈ വിവാഹം നടത്തുന്നത്. അങ്ങനെ ഇഷ്ടമില്ലാതെ വിവാഹം നടത്തുമ്പോൾ അവന്റെ മനസ്സ് വേദനിക്കുന്നുണ്ടായിരിക്കും. തന്റെ സ്വന്തം അനിയനല്ലെങ്കിലും തനിക്ക് അവന് സ്വന്തം അനിയനെ പോലെ തന്നെയാണ്. അവനെയാണ് താന് കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളത്. അങ്ങനെയൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോൾ ആദർശിന് പിന്നെ കിടക്കാൻ തോന്നിയില്ല. ആദർശ് അങ്ങോട്ട് എഴുന്നേറ്റു. പതുക്കെ എഴുന്നേറ്റ് അനിയുടെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പം കഥമൊക്കെ ഇങ്ങനെ തുറന്നു കിടക്കുന്നുണ്ട്. ഇതെന്താ ഇവൻ കഥമൊക്കെ തുറന്നിട്ടിട്ടാണോ കിടന്നോ ഉറങ്ങണേ എന്നോർത്ത് മുറിയിലേക്ക് കയറി കഴിഞ്ഞപ്പം അനി അവിടെ ഇല്ല. ഇവനിത് എവിടെ പോയി? എടാ അനിയെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. പക്ഷെ അവിടെയും കണ്ടില്ല. ബാത്റൂമിലൊക്കെ നോക്കി, അവിടെ ഇല്ല. പിന്നെ ഇവനിത് എങ്ങോട്ട് പോയി? ഫോൺ വിളിച്ച് നോക്കുവാണ്. ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇത് നാളെ കല്യാണമാണ്. ഇവനിത് എങ്ങോട്ട് പോയി? ആകെപ്പാടെ ഒരു വെപ്രാളം. പിന്നീട് താഴെ പോയി നോക്കുവാണ്. അവിടെ അനിയുടെ ബൈക്കില്ല. പെട്ടെന്ന് തന്നെ അനിയല്ല, പെട്ടെന്ന് തന്നെ ആദർശ് നയനയുടെ അരിയിലേക്ക് വരുവാണ്. നയന നല്ല ഉറക്കത്തിലായിരുന്നു. നയനയെ വിളിച്ചുണർത്തിട്ട് പറഞ്ഞു, നയന അനിയെ കാണുന്നില്ല എന്ന് പറയണം. ഇത് കേട്ടതും നയനയുടെ ഉറക്കമൊക്കെ പമ്പ കടന്നു. പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് ചോദിച്ചു, എന്താ ആദർശയുടെ പറഞ്ഞ്? അതെ, അനിയെ കാണുന്നില്ല. അവിടെ എങ്ങും നോക്കിയില്ലേ? അവിടെ എങ്ങും ഇല്ല. ഫോൺ വിളിച്ചു നോക്ക്. ഫോൺ വിളിച്ചു നോക്കിയിട്ട് കിട്ടുന്നില്ല എന്ന് പറയാം. ദൈവമേ, ഇനിയിപ്പൊ അനി എവിടെ പോയി? നാളെ വിവാഹമാണല്ലോ. എനിക്ക് വല്ലാത്ത ടെൻഷനാ. അവനാണ് ഒട്ടും താല്പര്യമായിരുന്നു ഈ കല്യാണത്തിന്. എല്ലാരും കൂടെ നിർബന്ധിച്ച് അവന്റെ തലയിലേക്ക് അനാമിയെ കെട്ടിവെക്കാൻ പോയ പോലെ അവന് തോന്നുന്നേ. പിന്നീട് ആദർശ് പറഞ്ഞു, എനിക്കറിയില്ല, ഒരു പക്ഷേങ്കിൽ ഇത്രയ്ക്ക് അവന് ഇഷ്ടമില്ലെന്ന് അറിയുമായിരുന്നെങ്കിൽ ഈ വിവാഹബന്ധവുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു. എന്ത് ചെയ്യാനാ? അപ്പോഴത്രയ്ക്ക് ബുദ്ധിയും ബോധമൊന്നും ഉണ്ടായില്ല. ഇപ്പോഴവന്റെ മനസ്സ് വേദനിക്കുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട്. അല്ലെങ്കിൽ ആ അനാമിക ഇച്ചിരി എടുത്തുചാട്ടക്കാരി ഞാൻ തോന്നേ. അവളുടെ സ്വഭാവം കണ്ടിട്ട് എനിക്ക് അത്ര അങ്ങോട്ട് പിടിക്കുന്നില്ല. ഇത് കേട്ടെന്ന് നയന പറഞ്ഞു, ഇനിയിപ്പം അതിനെക്കുറിച്ചൊക്കെ വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ട് ആദർശേട്ടാ. മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ വിവാഹത്തിന്. ഇനിയിപ്പം ഈ വിവാഹം വേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതും
അങ്ങനെ എങ്ങനെ അനിയമ്മയെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്നറിയാലോ. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട. എത്രയും പെട്ടെന്ന് നമുക്ക് അനിയെ കണ്ടെത്തണമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ എസ് ഐ സാറിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് എസ് ഐനെ വിളിക്കുകയാണ്. പിന്നീട് എസ് ഐനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം. സാർ അനിയെ കാണുന്നില്ല എന്ന് പറയാം. ഇത് കേട്ടൻ പറഞ്ഞു, ആഹാ, നാളെയല്ലേ അവന്റെ കല്യാണം എന്ന് പറഞ്ഞു. നാളെ കല്യാണോ? അപ്പൊ കഴിഞ്ഞ ദിവസം പെണ്ണിനെയാണല്ലോ കാണാതെ പോയത്, ഇപ്പോഴെന്താ ഇവനെ കാണാതെ പോയത്? എന്ത് പറ്റി ആദർശേ? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോന്ന് ചോദിക്കുക. അറിയില്ല, അവന് കല്യാണത്തിൽ വെച്ചത് താല്പര്യക്കുറവുണ്ടായിരുന്നു സാർ. പക്ഷേങ്കില് അവൻ എങ്ങോട്ടാ പോയെന്നറിയത്തില്ല. അവന് ബൈക്കും കാണുന്നില്ലെന്ന് പറയാം. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാര്യം ചെയ്യേ, അവന്റെ മൊബൈൽ നമ്പർ ഇങ്ങോട്ട് സെൻഡ് ചെയ്യാൻ പറയണം. അങ്ങനെ മൊബൈൽ നമ്പർ സെൻഡ് ചെയ്ത് കൊടുത്തു. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഒരു കാര്യം ചെയ്യാം, അവന്റെ മൊബൈൽ നമ്പർ എവിടെയാണെന്നുള്ള, ഏത് ടൗണിന്റെ ലൊക്കേഷനാണെന്നുള്ള ഞങ്ങളൊന്ന് ട്രേസ് ചെയ്ത് നോക്കട്ടെ, അതിനുശേഷം പറയാന്ന് പറയണം. അങ്ങനെ കോഡ് കട്ട് ചെയ്തു. ഈ സമയത്ത് പെട്ടെന്ന് നയനു ചോദിച്ചു, ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന ആദർശേട്ടാ? ഇവിടെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്ത പ്രശ്നമാവുള്ളൂ. ഇപ്പൊ തൽക്കാലത്തേക്ക് ആരെ അറിയിക്കണ്ട, നമുക്ക് നോക്കാന്ന് പറയണം. പെട്ടെന്ന് നയന പറഞ്ഞു, ആദർശൻ ഇവിടെ നിൽക്കുക, ഞാൻ ഇവിടേക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് നേരെ നന്ദുവിന്റെ മുറിയിലേക്കേ ചെല്ലുന്നേ. നന്ദുവിന്റെ മുറിയിൽ ചെന്ന് കഥയെ മുട്ടി. നന്ദുവാണ് ആ സമയത്ത് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് വന്ന് കഥ തുറന്നു. എന്താ ചേച്ചി, എന്താ കാര്യം ചോദിക്കാം. അല്ല, അനി നിന്നെ വിളിക്കുകയോ മറ്റോ ചെയ്താലും ചോദിക്കും. ഇല്ല, എന്താ ചേച്ചി കാര്യം? അനിയെ കാണുന്നില്ല എന്ന് പറയണ. കാണുന്നില്ലേ? അയ്യോ, എനിക്കറിയില്ല. ഇന്ന് രാത്രി കണ്ടിട്ടുണ്ടായിരുന്നു. രാത്രി കണ്ട സമയത്തും അവൻ എന്നോട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷെ ഞാൻ അപ്പോഴും അവനോട് പറഞ്ഞേ, ദേ ഈ ബന്ധം ഒന്നും നടക്കാൻ പോകുന്നില്ല ഞാനുമായിട്ടുള്ള, അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട, അനാമിക മാത്രമായിരിക്കണം അനിയുടെ മനസ്സിൽ നിന്നൊക്കെ പറഞ്ഞു വിട്ടു. പക്ഷേങ്കിൽ അവൻ എങ്ങോട്ടാ പോയത് എന്താണെന്നും എനിക്ക് അറിയില്ല ചേച്ചിന്ന് പറയാം. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആകെപ്പാടെ നന്ദൂരും ടെൻഷനായി. താൻ കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ. ഒരു പക്ഷേങ്കിൽ താൻ ഇഷ്ടമെന്ന് പറഞ്ഞാൽ താനൊന്നും അനി ഒന്നാവും. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിൽ അത് വല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിന് വല്ലാത്ത ടെൻഷനായി. ഈ സമയം നാനെ പറഞ്ഞു, നന്ദു നീ ഇനിയിപ്പോൾ സങ്കടപ്പെടണ്ട, ഞാൻ ആദർശന്റെ അടുത്തേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശന്റെ അരിയിലേക്ക് വരുവാണ്. ഈ സമയം ആദർശ് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ നിൽക്കുക. എങ്ങോട്ട് പോകണം, എവിടെ പോയി അന്വേഷിക്കണം? ഒന്നാമത്തെ കാര്യം രാത്രിയാണ്. ഈ സമയം ആദർശിന്റെ ഫോണിലേക്ക് എസ് ഐയുടെ കോള് വരുന്നത്. കോള് എന്നിട്ട് ചോദിച്ചു, സാർ എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് ചോദിക്കാം. അല്ല, ഈ കോതംകുളത്ത് ആരാ ഉള്ളതെന്ന് ചോദിക്കുക. കോതംകുളത്തോ? അവിടെ അങ്ങനെ ആരെങ്കിലും ഉണ്ട് അറിയത്തില്ല. അല്ല, ഫ്രണ്ട്സോ മറ്റോ അങ്ങനെ അറിയാവോ? അല്ല, എനിക്കറിയില്ല, ഞാൻ ഇനിയിപ്പം നയനോട് ചോദിച്ചു നോക്കട്ടെ എന്ന് പറയണം. അവിടെയാണ് ടവർ ലൊക്കേഷൻ കാണിക്കണേന്ന് പറയാം. ശരിയെന്ന് പറഞ്ഞ് ആദർശ് കോള് കിട്ടുക. ഈ സമയത്ത് നയനെ അങ്ങോട്ട് വന്നു. നയനെ ചോദിച്ചു, എന്താ സാറ് പറഞ്ഞെന്ന് ചോദിക്കാം. അതെ, നിനക്ക് ഈ കോതംകുളത്ത് ആരെങ്കിലും ഉള്ളതായിട്ട് അറിയാമെന്ന് ചോദിക്കാം. ഇത് കേട്ട നയന പറഞ്ഞു, കോതംകുളത്ത് അനിയുടെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് പറയണം, ഒരു റിസോർട്ടില്. അവൻ റിസോർട്ടിലാണ് ജോലി ചെയ്യുന്നതെന്ന് പറയാം. ഒരു പക്ഷെ ഇനിയിപ്പോൾ അങ്ങോട്ടായിരിക്കും ആദർശേട്ടാ അനി പോയിട്ടുണ്ടായിരിക്കും എന്ന് ചോദിക്കാം. അതറിയില്ല, അവിടെ ടവർ ലൊക്കേഷൻ കാണിക്കണമെന്ന് പറഞ്ഞേ. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ഇപ്പൊ തന്നെ പോയാലോ? അല്ല, ഇവിടെ ആരോടും പറയാതെ. ആദർശേട്ടാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ പ്രശ്നമാവും. അതിനേക്കാളും ഭേദം നമ്മളൊന്നും മിണ്ടാതെ പോകുന്നത് നല്ലത്. ആരും അറിയാൻ പാടില്ല. സമയത്രയല്ലേ ആയുള്ളൂ. നേരം വിളിക്കുമ്പോൾ അനി എവിടെയാണെങ്കിലും അവനെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയാം. അങ്ങനെ അവർ രണ്ട് യാത്ര ഇരിക്കുകയാണ് കാറിൽ. പോകുന്ന വഴിക്ക് ആദർശം ഒന്നും വേണ്ടായിരുന്നു തോന്നുന്നുണ്ട്. വെറുതെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കണ്ടായിരുന്നു. അവന് ഈ ബന്ധത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അല്ലെങ്കിലും ആ അനാമികയുടെ സ്വഭാവം ആർക്കും അത്ര പെട്ടെന്ന് പിടിക്കുന്ന സ്വഭാവമല്ലെന്ന് തോന്നേ. ഇത് കേട്ട നയന പെട്ടെന്ന് പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. ഇവിടെ എല്ലാവരും അനാമികനെ അംഗീകരിച്ചു കഴിഞ്ഞു. മൂത്ത മരുമകളാണ് അവളെന്നാണ് അമ്മയൊക്കെ പറയണത്. ഇപ്പം ഞങ്ങൾ രണ്ട് മരുമക്കളുണ്ടെങ്കിലും ഞങ്ങൾ ഇതിലിട്ട് അംഗീകരിച്ചിട്ട് പോലുമില്ല. അമ്മയുടെ സ്വഭാവം അറിയാലോ ആദർശന്റെ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ വിവാഹം നടന്നില്ലെങ്കിൽ എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടാവുമെന്ന് പറയാൻ പോലും പറ്റില്ല. എന്നാലും എനിക്കിത് എന്ത് സംഭവിച്ചാവോ, ഒരാപത്തും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. അവൻ എവിടെയാണെങ്കിലും അവൻ്റെ മനസ്സിലെ വേദനകൾ നമ്മളും കൂടെ മനസ്സിലാക്കേണ്ടതായിരുന്നു. ഇത് കേട്ടോ ആദർശം ശരിയാ. പക്ഷെ അവൻ ഇങ്ങനെ ഒരു കണക്കൈ ചെയ്ത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവന് ഇഷ്ടമില്ല. കല്യാണം കഴിയുമ്പോൾ ഓക്കെ ആവുമെന്ന് വിചാരിച്ചു. അതിനവന് ശരിയാ, കല്യാണം കഴിയുമ്പോൾ അല്ല ഓക്കെ ആവുന്ന ഞാനും പ്രതീക്ഷിച്ചേ. ഒരു പക്ഷേങ്കിൽ അനാമിക ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പം ചിലപ്പോൾ എല്ലാം ശരിയാവുമെന്ന് വിചാരിച്ചു. പക്ഷെ അവന്റെ മനസ്സിൽ ഇത്രമാത്രം ടെൻഷൻ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു പറയാം. ആദർശ് പറഞ്ഞു, ഇനിയിപ്പോൾ എന്താന്ന് വെച്ചാൽ അവനെ കാണട്ടെ, അവനെ കണ്ടു കിട്ടിയാൽ മതിയായിരുന്നു. അവന്റെ മനസ്സിലെ ടെൻഷൻ എത്രമാത്രമാണെന്ന് അറിയാൻ സാധിക്കുന്നുണ്ടെന്ന് പറയാം. ഇത് കേട്ടതും നയന പറഞ്ഞു, സാരമില്ല, എന്താളും ഉറപ്പായിട്ടും അനി അവിടെ ഉണ്ടാവും തന്നെയാണ് വിശ്വാസം എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് പോവാണ്. അങ്ങനെ അവരാ റിസോർട്ടിൽ ചെന്നു. റിസോർട്ടിൽ ചെന്നിട്ട് റിസപ്ഷനിൽ ചോദിക്കുകയാണ്. ആ റിസപ്ഷനിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവര് റൂമിലേക്ക് കയറി ചെല്ലുവാണ്. റൂമിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അനിയുടെ ഫ്രണ്ട് അവിടെ നിൽക്കുന്ന കണ്ടു. അപ്പൊ ഫ്രണ്ടിനെ കണ്ടത്
പെട്ടെന്ന് അനി ചോദിച്ചു, അല്ല അനി ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട അവനൊന്ന് പരിങ്ങി. പെട്ടെന്ന് ആദർശ് പറഞ്ഞ്, പറയടാ അനി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക. അത് കേട്ടോ എന്ത് പറയണമെന്ന് അറിയത്തില്ലാതെ ഒരു നിമിഷം എന്നിട്ട് പറഞ്ഞു, അതെ അകത്തുണ്ടെന്ന് പറയണം. അങ്ങനെ അവരങ്ങോട്ട് അകത്തേക്ക് കയറി ചെല്ലുവാണ്. ചെല്ലുമ്പം കാണുന്ന കാഴ്ച അനി കുടിച്ച് ലെക്ക് കെട്ട് വെളിവില്ലാൻ ബോധമില്ലാതെ ഇങ്ങനെ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനിയെ കണ്ടതും പെട്ടെന്ന് ആദർശം അങ്ങോട്ട് എന്നിട്ട് ചോദിച്ചു, എന്താടാ അത്, ഇതെന്താന്ന് ചോദിക്കുകയാണ്. ആഹാ എന്നും പറഞ്ഞുകൊണ്ട് അനി ഇങ്ങനെ നിൽക്കുന്നതല്ലാതെ ഒരു ബോധമില്ല എനിക്ക്. എടാ നീ എന്തിനാണ് ഇങ്ങനെ കാണിച്ചേ? നാളെ നിന്റെ കല്യാണം അല്ലേന്ന് നിൽക്കും. നാളെ കല്യാണോ? ആരുടെ കല്യാണം? എന്റെ കല്യാണോ? എനിക്ക് കല്യാണം ഒന്നും ഇല്ലെന്ന് പറയണം. പിന്നീട് വീണ്ടും ആദർശ് ഓരോന്ന് പറയുമ്പോൾ അവൻ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആദർശിന് ദേഷ്യം വന്നു. ആദർശ അനിയുടെ കർണം തീർത്തൊരെണ്ണം പൊട്ടിക്കുവാണ്. തറുതല പറയുന്നടാ, നീ എന്ത് പരിപാടിയെ കാണിച്ചേ? നിനക്ക് എന്നാ ഒരു ബോധം ഇല്ലേന്ന് ചോദിക്കുക. ഇതേ നാളെ കല്യാണം എന്നൊരു ബോധം പോലും ഇല്ലാതെ ആണ്ടാ നീ ഇങ്ങനെ കാണിച്ചെന്ന് ചോദിക്കുക. ഈ സമയത്ത് അനിയുടെ കൂട്ടുകാരൻ അവിടെ നിൽക്കുന്നുണ്ട്. അവനാണ് എന്ത് ചെയ്യണമെന്നറിയില്ല. പെട്ടെന്ന് അതിനെ എന്നിട്ട് ചോദിച്ചു, അല്ല നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റായിരുന്നു. ഓഹോ മനഃപൂർവ്വം നീ ആ കുടിപ്പിച്ചല്ലേന്ന് ചോദിക്കുക അവനെ. ഇത് കേട്ടതും പറഞ്ഞു, അതല്ല ചേച്ചി, സത്യാവസ്ഥ അതല്ല, സത്യം എന്താന്ന് ഞാൻ പറയാന്നും പറഞ്ഞുകൊണ്ട് അവനങ്ങോട്ട് നിർത്തുവാണ്. അപ്പൊ എന്തോ വലിയ കാര്യമുണ്ട്. ഒരു പക്ഷെ അനി ചിലപ്പം സ്വയം ജീവനെടുക്കാൻ പോയപ്പോൾ ആ സമയത്ത് കൂട്ടുകാരൻ കണ്ടിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാണെന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. വൈകുന്നേരം ഇതിന്റെ ഫുൾ വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. അപ്പൊ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.